ഹലോ ഗൈസ്, വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. അപ്പോൾ ഇന്ന് ഇൻട്രോ ഇല്ലാത്തൊരു വീഡിയോ ആണ്. സോ ഞാൻ വേണോ വേണ്ടേന്ന് വെച്ച് എടുത്തൊരു വ്ളോഗാണ്. പിന്നെ ഞാൻ ആലോചിച്ചു ഓക്കെ ഇടാമെന്ന്. അങ്ങനെയാണ് ഈ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ നമ്മളിപ്പോൾ ഉള്ളത് മൂന്നാറാണ്. ഇടുക്കിയിൽ നമ്മൾ ഒരു മാരേജ് ഫംഗ്ഷനായിട്ട് പോയതാണ്. അപ്പോൾ നമ്മൾ ഇടുക്കിയിൽ നിന്ന് മൂന്നാർ വഴി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ കാര്യമായിട്ട് മൂന്നാറിൽ എന്താണ് ഉള്ളത് എന്നോ അല്ലെ കാണാൻ എന്താണ് ഇത്രമാത്രം എന്നൊന്നും സെർച്ച് ചെയ്യുകയോ എടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് ഒരു വീഡിയോ എങ്ങാണ്ട് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഉള്ളത് വട്ടവടയാണ് മൂന്നാറിൻ്റെ മെയിൻ ബ്യൂട്ടി ഉള്ളത്. പിന്നെ മൂന്നാറും കാണാൻ അത്യാവശ്യം സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മുടെ വയനാടുമായിട്ട് ഒരുപാട് സാമ്യങ്ങളുണ്ട് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഊട്ടിയാണ് ഏറ്റവും വലിയ സാമ്യം. കാരണം എനിക്ക് അവിടെ ചെന്നപ്പോൾ ശരിക്കും ഊട്ടീൻ്റെ ഒരു ഇതാണ് കിട്ടിയത്. ഊട്ടി എഫക്റ്റാണ് ശരിക്കും എനിക്ക് കിട്ടിയത് കേട്ടോ. അപ്പം കുറച്ച് തേയിലയും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ അവിടെ നിർത്തി നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അവിടെ നിന്ന് പോയത്. ആ എന്നാ നാളെ എനിക്ക് 1 മില്യൺ. ഇയാണ് ചാടിക്കോ. എന്താണ് പാത്തു ഈ ഒരു വ്യൂവിനെ പറ്റി നിനക്ക് പറയാനുള്ളത്? 2 വാക്ക് സംസാരിക്കും. ഏത് ആ പാരച്യൂട്ട് തന്നെയുണ്ട്. അത്ര ലോങ് നാണാണ്, അത്ര ലോങ് നമ്മൾ വന്നത്. അതൊക്കെ അവിടെ ഒരു മറ്റേ പുഴ അതൊക്കെ വണ്ടികൾ കയറി കയറി ഓക്കെ, നമുക്ക് ഇത് മാത്രം കണ്ടുവിടെ നിന്നാ പോരാ. പിന്നെ അടുത്ത ലൊക്കേഷനിലോട്ട് പോവാം. ശരിക്കും ഊട്ടി തന്നെ ഒരു മാറ്റമില്ല. യൂക്കാലി മരങ്ങളുണ്ട്, അതേ വ്യൂ ഉണ്ട്. അമ്മാതിരി വളവല്ലേ. അടിപൊളി. അത് വണ്ടി ആക്സിഡന്റ് ആയിട്ടായിരിക്കില്ല. ശരിക്കും ഊട്ടി തന്നെ, ഒന്നൊരു വ്യത്യാസവും ഇല്ല കേട്ടോ. എടുത്തക്ക് ശരിക്കും ഊട്ടി ഒറ്റ വ്യത്യാസവും ഇല്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആ വീഡിയോ കണ്ടപ്പോ തന്നെ എനിക്ക് തോന്നിക്കണ് ഇത് ഊട്ടി പോലെ തന്നെയാണ്. ഇതാണ് ഗൈസ് മാട്ടുപ്പെട്ടി ബോട്ടിംഗ് ഉള്ള സ്ഥലം. അമ്പോ എന്ത് വെള്ളാലേ, നോക്ക്. ഇപ്പുറത്ത് വെള്ളമില്ല. എന്താ അങ്ങനല്ലേ. ഇവിടെ നിർത്താൻ പറ്റുമോ വണ്ടി? അടിപൊളി. നമ്മൾ ശരിക്കും ഇടുക്കിയിലേക്കാണ് വന്നത്. പക്ഷെ എന്തായാലും ഇടുക്കി വരെ വന്നേ അപ്പം എന്താക്കുക, നമുക്ക് മൂന്നാർ കൂടെ ഒന്ന് പോയി നോക്കിയിട്ട് വരാം എന്നുള്ള രീതിയിലാണ് പോയത്. പോയി നോക്കുമ്പോൾ ഫുള്ള് എനിക്ക് ഊട്ടി മയാണ് അവിടെ ഫുള്ള് തോന്നി കേട്ടോ. പിന്നെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ഈ ആനയ്ക്ക് ഫുഡ് കൊടുക്കാൻ പറ്റുന്ന, അതുപോലെ ഇതാ ഇവരെ പോലെ ഇങ്ങനെ ആനേൻ്റെ മീത്ത് കയറി ഫോട്ടോ എടുക്കാം. അതേപോലെ തന്നെ കുറച്ചൊരു 10 മിനിറ്റ് എങ്ങാണ്ട് ഇങ്ങനെ സവാരി അങ്ങനെയൊക്കെയാണ്. അതാ അങ്ങ് ആനകൾ വരുന്നുണ്ട് കേട്ടോ. അപ്പം ആ ഒരു കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ ആന സഫാരി ഒക്കെ ചെയ്ത് പോവാന്നുള്ള ഒരു രീതിയിൽ 700 റുപ്യാണ് അതിന്. അപ്പം നമ്മളെന്തായാലും കയറിയില്ല. കാരണം ഒന്നാമത് നമുക്ക് ടയേർഡാണ്, അത്രത്തോളം ടയേർഡാണ്. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറേ ആൾക്കാരും ഉണ്ടാവും. പിന്നെ ഒരാൾക്ക് കയറിയേക്കിന് എന്തായാലും അടുത്താൾക്ക് കയറേണ്ടി വരും. പിന്നെ അടുത്താൾക്ക് അത്ര സമയം വെറുതെ വേസ്റ്റ് ആവും. നമുക്കിപ്പോൾ നമ്മൾ വന്ന കാര്യത്തിന് എന്തായാലും അവിടെ എത്തണം. അപ്പോൾ ഇതെല്ലാം ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോകാന്നുള്ള മൈൻഡിലാണ്. അപ്പോൾ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഇത് കണ്ടിട്ട് ഫുൾ എക്സൈറ്റഡ് ആണ് കേട്ടോ. എന്താ ചെയ്യൂ ഇത്? ചെയ്യൂ എന്താ ആന മുമ്പ് ആന പറയും. അതന്നെ ബഷിയല്ല ആന. എന്താ ചെയ്യത്? ആന. നമ്മൾ വാട്ടർഫാൾ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. വാട്ടർഫാൾ. Where are you from? England.
England. England. Wow. Yeah. And you? Kerala, Wayanad. Oh, Wayanad. Okay. പിന്നെ അവിടെയുള്ള ഫോറിൻസിൻ്റെ അടുത്ത് കുറച്ച് മാട്ട ഇംഗ്ലീഷൊക്കെ അടിച്ച് അവരെ വയലിലാക്കി നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. എന്നിട്ട് പിന്നെ ആ ഒരു വാട്ടർഫാൾ കണ്ട് നമ്മൾ വേഗം അവിടെ നിന്ന് വിട്ടു. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് കാണാനുള്ളതെന്ന് മെയിനായിട്ട് നമ്മൾ സെർച്ചൊന്നും ചെയ്യാണ്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ മെയിൻ സ്ഥലത്തൊന്നും പോയിട്ടില്ല. പിന്നെ വട്ടവടയായിരുന്നു പോകാനുണ്ടായിരുന്നത്. നമ്മൾ അവിടെ ഒന്നും പോകാണ്ട് നേരെ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ കസിൻ്റെ വീട്ടിലോട്ട് ചെന്നു. അതായത് ഉപ്പാൻ്റെ അനിയനാണ് കേട്ടോ. അപ്പോൾ അവിടത്തേക്ക് ചെന്ന് നമ്മൾ എന്തൊക്കെയാണ് ഫുള്ള് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് പെണ്ണിൻ്റെ വീട്ടിലോട്ട് ഒരു ചടങ്ങുണ്ടായിരുന്നു അന്ന് രാത്രിക്ക്. അപ്പോൾ രാത്രി ആയിട്ടുണ്ടായിരുന്നു ഏകദേശം. നമ്മൾ അവിടെ വന്ന് ഫ്രഷ് ആവുകയൊക്കെ ചെയ്തതിന് ശേഷം അപ്പോൾ നമ്മൾ നേരെ പെണ്ണിൻ്റെ വീട്ടിൽ പോയി ആ ഒരു ചടങ്ങിലൊക്കെ പങ്കെടുത്തിട്ടോ. എന്നാൽ മൈലാഞ്ചി കല്യാണം എന്നെങ്ങാണ്ടാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ശരിക്കും ചെക്കൻ്റെ പുരയിന്ന് അങ്ങനെ പെണ്ണിൻ്റെ വീട്ടിലോട്ട് തലേന്ന് പോകുന്ന ഒരു പരിപാടി ഇവിടെ വയനാട്ടിലില്ല. അപ്പോൾ ഇടുക്കിയിലൊക്കെ അങ്ങനെ ഉണ്ട്. എന്തായാലും അങ്ങനെ പോയി നല്ല അടിച്ചു പൊളിച്ച് ആ പരിപാടിയൊക്കെ നമുക്കൊരു പുതുമയായിരുന്നു കേട്ടോ. അങ്ങനെ ജസ്റ്റ് മൈലാഞ്ചി ഇട്ട് കൊടുക്കുക. അതായത് മറ്റേ ഓൾറെഡി അവൾ ഇട്ടിട്ടുണ്ട്, മൈലാഞ്ചി ഇട്ടിട്ടുണ്ട്. പക്ഷേ നമ്മളിങ്ങനെ വെറ്റിലയിൽ ഇങ്ങനെ മൈലാഞ്ചി ഇട്ട് കൊടുക്കുക, പിന്നെ മധുരം കൊടുക്കുക, അങ്ങനത്തെ ഒക്കെ ചടങ്ങ്. ഹലോ ഗൈസ്, നമ്മളിപ്പോൾ എവിടെയാണുള്ളത്? ഇതാണ് ഇവിടുത്തെ കഥകളൊക്കെ. പിന്നെ നമുക്കവിടെ വലിയ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലായിരുന്നു. പിന്നെ അവിടുന്ന് ഫുഡ് കഴിച്ച് നേരെ വീട്ടിലോട്ട് പോകാനാണ് നിന്നേട്ടോ. അപ്പോൾ സെയ്യു ആണെന്നുണ്ടെങ്കിൽ ഫുള്ള് കരച്ചിലായിരുന്നു. പിന്നെ നമ്മൾ നേരെ വീട്ടിലോട്ട് പോയി. ആ വിഷ്വൽസ് ഒന്നും എടുത്തിട്ടില്ല. പിന്നെ നെക്സ്റ്റ് ഡേ ആണ്, അതായത് മാരേജിൻ്റെ അന്നാണ്. ഇവിടുത്തെ അതേപോലെ തന്നെ മാരേജിന് നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ പള്ളിയിൽ നിന്ന് നിക്കാഹ് കഴിഞ്ഞിട്ട് ചെക്കൻ വന്ന് മഹറിട്ട് അങ്ങനത്തെ പരിപാടിയാണ് ഇവിടെ വയനാട്ടിലുള്ളത്. സോ ഓരോ ജില്ലകളിലും വ്യത്യസ്തമായിരിക്കാം, മേ ബി, എനിക്കറിയില്ല. എന്തായാലും ഇടുക്കിയിൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെക്കൻ നിക്കാഹ് കഴിഞ്ഞതിന് ശേഷം പെണ്ണിന് മഹർ കെട്ടൂല, ചെക്കൻ്റെ പെങ്ങളാണ് കെട്ടുക കേട്ടോ. അപ്പോൾ പൊതുവെ പെങ്ങളില്ലാന്നുണ്ടെങ്കിൽ മാത്രമാണ് എന്താവുക പെങ്ങളെ സ്ഥാനത്തുള്ളവർ കെട്ടുക. അപ്പോൾ സ്വന്തം പെങ്ങളുള്ളത് കൊണ്ട് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ചെക്കന് പെങ്ങൾ മഹർ കെട്ടിക്കൊടുത്തു. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ ഫുഡൊന്നും കഴിച്ചില്ല. കാരണം ഒന്നാമത് ഭയങ്കര ചൂടാണ്. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുഡൊന്നും കഴിക്കാനുള്ള ആ ഒരു ഇതേ ഇല്ല. നമുക്ക് ഭയങ്കര തലവേദന. ഒന്നാമത് അത്ര ട്രാവൽ ചെയ്ത് വന്നതിൻ്റെ ഒരു ക്ഷീണം അത് മാറിയിട്ടില്ലായിരുന്നു. പിന്നെ നമ്മൾ അതിൻ്റെ കുറച്ച് ഇപ്പുറത്ത് തന്നെ വന്ന് ഒരു മൊജിറ്റോ കുടിച്ചു കേട്ടോ. മൊജിറ്റോ ഒക്കെ കുടിച്ചപ്പോഴാണ് സത്യത്തിലൊന്ന് ഓണായത് ഞങ്ങൾ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ എന്താക്കിയെന്ന് വെച്ചാൽ നമ്മൾ തിരിച്ച് വയനാട്ടിലോട്ട് പോവാണ്. നമ്മളൊരു 2-3 ദിവസം അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ ഒന്നും വ്ളോഗായിട്ട് ഞാൻ ചെയ്തിട്ടില്ല. കാരണം നമ്മൾ വ്ളോഗ് എടുക്കാനല്ല പോയതെന്നുള്ള ആ ഒരു മൈൻഡിലായിരുന്നു. പക്ഷേ പിന്നീട് ഞാൻ ആലോചിച്ച് ഒരു കുഞ്ഞു വ്ളോഗെങ്കിലും ആക്കാമെന്ന് വിചാരിച്ച് ഞാൻ വെറുതെ കട്ടിങ്സ് എടുത്ത് കൂട്ടിയതാണ്. ഇപ്പോൾ ജോയിൻ്റ് ആക്കിയിട്ട് ഞാനിങ്ങനെ വ്ളോഗാക്കി ഇടുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്കാണെന്നുണ്ടെങ്കിൽ കുറേ റൈഡേഴ്സിനെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതുവരെ അത് കണ്ടിട്ടില്ല അങ്ങനെ. പിന്നെ ഏകദേശം നമ്മൾ രാവിലെയാണ് വയനാട്ടിലോട്ട് എത്തിയിട്ടുണ്ടായിരുന്നത്. രാവിലെ ഒരു 5 മണിയോട് കൂടിയായിട്ടാണ് നമ്മൾ എന്താക്കിയത്. 5 മണി 6 മണി എങ്ങാണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മൾ വണ്ടി നിർത്തി ഉറങ്ങുകയൊക്കെ ചെയ്തിട്ടാണ് തിരിച്ച് വയനാട്ടിലോട്ട് എത്തിയത് കേട്ടോ. കാരണം അത്ര ട്രാവൽ ചെയ്ത് നമുക്ക് മാറി ഓടിക്കാനും കൂടെ ആൾക്കാരില്ല. കാരണം 3 വണ്ടിയിലും 3 ഡ്രൈവർമാരാണ് ഉള്ളത്. അപ്പോൾ 3 ആൾക്കാരും അങ്ങനെ ഡ്രൈവ് ചെയ്ത് പോവുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിലാണെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ പോകുന്ന സമയത്ത് ഞാൻ ഈ വിഷ്വൽ എടുക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ പള്ളിപ്പെരുന്നാൾ നടക്കുന്നുണ്ട്. എല്ലായിടത്തും പള്ളിപ്പെരുന്നാളാണ്. പള്ളിപ്പെരുന്നാളിൻ്റെ കുറച്ച് വീഡിയോസ് എടുത്തതേ ഉള്ളൂ കേട്ടോ. വേറെ വ്ളോഗായിട്ടൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഈ ഒരു ഷോർട്സ് ഇട്ട സമയത്താണ് ശരിക്കും അതിൻ്റെ ഫുൾ വീഡിയോ ഇടുമോ എന്നുള്ള കമൻറ്റ് ഞാൻ കണ്ടത്. സോ അതുകൊണ്ട് ഇട്ടു. പിന്നെ എൻ്റെ അടുത്ത് കുറച്ച് കട്ടിങ്സും ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഇട്ടുവെന്നേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഈ ഒരു കുട്ടി വ്ളോഗാണ് ഗൈസ്. അപ്പോൾ നല്ലൊരു വ്ളോഗായിട്ട് നെക്സ്റ്റ് കാണാം. അപ്പോൾ ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ. വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണാനായിരിക്കും. ബൈ.